ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ 6:30 ഇവിടുത്തെ നേരം വെളുത്തു. ഞാൻ ആക്ച്വലി ഇന്നലെ രാത്രി ആകെ 3 മണിക്കൂർ ഉറങ്ങിയിട്ടേ ഉള്ളൂ. തീരെ ഉറങ്ങാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് സ്ലീപ്പായിരുന്നു. തീരെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. നോക്കിയേ, ഇപ്പോഴത്തെ നല്ല ഭംഗിയില്ല വ്യൂ കാണാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ആ വ്യൂ കാണിച്ചു തരാമെന്ന്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ ഡേ 2 ആണോ 1 ആണോ ഇന്നലെ ഞാൻ ഈവനിങ്ങിൽ എത്തിയത്. അപ്പോൾ ഡേ 1 ഞാൻ പറയാം. ഡേ 1 ഓഫ് മൈ സാന്റിയാഗോ കോൺഫറൻസ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു. ഇപ്പോൾ ഞാനിപ്പോൾ മോർണിംഗിൽ പുറത്തേക്കൊക്കെ നോക്കിയിട്ടിരിക്കുകയാണ്. ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയണം. എപ്പോഴെങ്കിലും ഇന്ന് പകൽ പറ്റണമെങ്കിൽ ഉറങ്ങണം. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ വെൽക്കം ബാക്ക്. ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള വ്യൂ. ഇവിടെ ഒരു പൂളുണ്ട്, കണ്ടോ? ഇവിടെ ഈ സൈഡിലായിട്ടൊരു പൂളുണ്ട്. പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തന്നെയാണ് കേട്ടോ, ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൻ്റെ തന്നെയാണ്. ഇതിന് 2 ടവർ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ലെവൽ 10-ലാണ്. പിന്നെ അതേ അപ്പുറത്ത് അതുപോലെ തന്നെ ഒരു ടവറും കൂടെ ഉണ്ട്. 40 നിലയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ 2 ഓരോ ടവറിലും. പിന്നെ അതേ നല്ല ഭംഗിയിൽ ഇത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. പിന്നെ അത് ഇത് റോഡാണ്. റോഡ് കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ എനിക്ക് സ്കൈ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല റെഡായിട്ടുള്ള നല്ല ഒരു സൂര്യോദയം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണേ? ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ നല്ല ഭംഗിയുള്ള സീനൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഔട്ട് സൈഡ് നോക്കിയേ, എന്തെങ്കിലും കാണാനുണ്ടോ? ഫുൾ ഫോഗ്. ആകാശം മനസ്സിലാവണേ ഇല്ല. എല്ലായിടത്തും ഫോഗ് കേട്ടോ. താഴത്ത് മാത്രം ഒന്ന് ക്ലിയർ ആണ്, പക്ഷേ അതിന് മുകളിലേക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. ഫുൾ ഫോഗായി പോയി. ഹലോ, ഞാൻ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടോ. എൻ്റെ ഐറ്റംസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വേറെ മാലയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മാല ഇടാൻ വിചാരിക്കും. പക്ഷേ ഇതൊരു ഗ്രീനാണ് അതിൻ്റെ ലോക്കറ്റ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊരു കൺഫ്യൂഷൻ. എനിവേ, ഞാനത് ഇടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഗ്രീൻ ലോക്കറ്റ് ഇട്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ലോക്കറ്റ് ഊരി വെച്ചു. ജസ്റ്റ് ആ ചെയിൻ മാത്രം ഇട്ടു കേട്ടോ. എനിവേ, എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്കിത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഹലോ, അങ്ങനെ ഞാൻ റെഡിയായി. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ ചെയ്യുക, ഞങ്ങളുടെ കൺസൾട്ടൻസും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ടാവും, വലിയ വലിയ ആൾക്കാരും. പിന്നെ കുറേ ഹോസ്പിറ്റലിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, അപ്ലോഡ് ചെയ്യാം കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടതാണ് നമ്മുടെ താൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ കൂടോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ താനിൻ്റെ വാക്സൊക്കെ കൂടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കത് കഴിക്കാൻ പറ്റും. ഫുള്ളായിട്ട് നമുക്കത് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് രാവിലെ ഞങ്ങൾക്ക് രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സമയം ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പുറത്ത് നടക്കാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. നടക്കാവുന്ന ദൂരത്തേക്ക് മാത്രമാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. ഈ ടവറിലാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനത്തെ 2 ടവറുണ്ട്. ഓരോ ടവറും 40 ഫ്ലോർസ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ അവിടെ നടക്കാം. അത് സെൽഫി എടുക്കാൻ നോക്കിയപ്പോൾ വീഡിയോ ആയി പോയതാണ് കേട്ടോ. ഇത് തൊട്ടപ്പുറത്തുള്ളൊരു ചീസ് ഫാക്ടറിയാണ്. പണ്ട് ആ ചീസ് ഫാക്ടറി ഒരു പ്രിസൺ ആയിരുന്നു എന്ന് പറയുന്നത്. അത് ഞാൻ അറിഞ്ഞത് പിന്നീടാണ്. ഇത് ചീസ് ഫാക്ടറിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ തീ ഇട്ടിരിക്കുന്നുണ്ടോ. ഇത് ചൂട് കിട്ടാനത്ര അത് ചെയ്യുന്നത്. അങ്ങനെ തീ ഇങ്ങനെ ഉള്ള സ്ഥലങ്ങൾ കുറേ കണ്ടു കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. നമുക്കത് വീഡിയോസിൽ കാണാം. ഇത് ചീസ് ഫാക്ടറിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് നടക്കുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നടക്കുകയാണ് കേട്ടോ. ഇവിടെ സാന്റിയാഗോൻ്റെ റോട്ട് കൂടെ നടക്കുകയാണ്. അത്യാവശ്യം വെയിലുണ്ട്, അതുകൊണ്ടാണ് സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്. പിന്നെ തണുപ്പുമുണ്ട്. ജാക്കറ്റ് ഇട്ടിട്ടില്ല ഞാൻ, അതുകൊണ്ടൊരു ഷോൾ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്, അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ച കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം കേട്ടോ.
UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഇവിടുത്തെ റോഡ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര മാസീവാണ്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡ് 6 വരിപ്പാതയാണ്. പിന്നെ കുറച്ച് നടന്നപ്പോഴാണ് നമ്മുടെ ഈ സീ പോർട്ട് ഉള്ളത്. ഈ വഴിയിൽ തന്നെയാണ് ഈ സീ പോർട്ട്. അവിടെ ഒരുപാട് ഇങ്ങനെ കപ്പലുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷിപ്പുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്റ്റാച്യൂവിൻ്റെ സോവനിയേഴ്സാണ്. എംബ്രേസിങ് പീസ് എന്നാണ് ഈ സ്റ്റാച്യൂവിൻ്റെ പേര്. അതായത് വേൾഡ് വാർ കഴിഞ്ഞിട്ട് അവിടുത്തെ നാവികരെ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത പട്ടാളക്കാരൊക്കെ ടൈംസ് സ്ക്വയർ, ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ അവരൊരു പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫങ്ഷൻ വെച്ചു. അപ്പോൾ 1948 അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഒരു പാർട്ടി വെച്ചപ്പോൾ അതിലുണ്ടായ ആക്ടിവിറ്റീസ് ഫോട്ടോസ് എടുത്തിരുന്നു. അപ്പോൾ അതിലെടുത്തൊരു ഫോട്ടോ ആണ് ഒരു നാവികൻ ഒരു നഴ്സിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കിസ് ചെയ്യണ ഒരു ഫോട്ടോ. ആ ഫോട്ടോനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സ്റ്റാച്യു, എംബ്രേസിങ് പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റാച്യു അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര വലിയ സ്റ്റാച്യു ആണ്. നമുക്ക് ആൾക്കാരുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അത് എത്ര വലുതാണെന്ന്. ഈ വലിയ സ്റ്റാച്യൂവിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ നാഷണൽ സല്യൂട്ട് ടു ബോബ് ഹാപ്പ് ആൻഡ് ആംഡ് മിലിറ്ററി എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ബോബ് ഹോപ്പ് എന്ന് പറയുന്നത് ഒരു സിംഗറായിരുന്നു. അദ്ദേഹം ഈ മിലിറ്ററി പീപ്പിളിന് വേണ്ടിയിട്ട് പാട്ട് പാടുകയും അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിരുന്നു. വേൾഡ് വാർ സെക്കൻഡ് തൊട്ടിട്ട് ഗൾഫ് വാർ വരെയുള്ള സമയത്ത് അദ്ദേഹം ആക്റ്റീവായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണ് അവിടെ ഉള്ളത്. അതിന് ചുറ്റും ഉള്ളത് അത് കേട്ടുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർ, അങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. ഇത് പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പലുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നേവിയുടെ സ്ഥലം. പിന്നെ ഞാൻ പോയത് സീ ഫുഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ലൈവ് ഫിഷസും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷസും ഒക്കെ കിട്ടും. അവരത് നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പറഞ്ഞ ഫിഷസിനൊക്കെ അവർ കുക്ക് ചെയ്ത് തരും. ഇതൊരു ഹോട്ടലാണ് കം ലൈവ് ഫിഷസും അവൈലബിൾ ആണെന്ന് മാത്രം. പക്ഷേ ഭയങ്കര നല്ല ഇൻറ്റീരിയറൊക്കെ ആയിരുന്നു. ഇവിടെ പലതരം ഫിഷസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പ്രോസസ്സ് ചെയ്ത ഫിഷസും ഉണ്ട്, മീൻസ് ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഫിഷസും ഉണ്ട് കേട്ടോ. ഈ ഫിഷ് ഫുഡ് മാർക്കറ്റിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പോർട്ടിലേക്ക് കാണുന്ന വ്യൂ ആണ്. അവിടെയും കുറേ ചെയേഴ്സും ടേബിളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. പക്ഷെ ആ സമയത്ത് അത്ര തിരക്കുണ്ടായിരുന്നില്ല. അവിടെ ഇവിടുത്തെ ടേബിൾ മാത്രമേ ഫില്ലായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറേ നേരം അങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്ട്രീറ്റ് മാർക്കറ്റിംഗ് അവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് കടകളും ചെറിയ ചെറിയ കടകളും സോവനിയേഴ്സ് പിന്നെ ജ്വല്ലറീസ് ഒക്കെ വിൽക്കുന്ന അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇത് മിഡ്വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പലാണ്. 10 വർഷക്കാലം ഏകദേശം ലോകത്തിലത്തെ ഏറ്റവും വലിയ മിലിറ്ററി കപ്പലായിരുന്നു അതെന്ന് പറയുന്നത്. ഇപ്പം അതല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെയും കുറേ കപ്പലുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടുന്ന് തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു സൈക്കിള് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എത്രയാണ് റേറ്റ് എന്നൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഉണ്ട് ഒരാൾ അതിനകത്ത് പറഞ്ഞു, ഞാൻ $10 തന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എനിവേ അത്ര ചെറിയ റേറ്റ് അല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി അവിടെ എഴുതിയിരിക്കുന്നത് $30 to $60 പെർ റൈഡെന്ന് എഴുതിയിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ആ വണ്ടിയിലാണ് കേട്ടോ തിരിച്ചു പോയത്. അപ്പോൾ അയാൾ പോകുന്ന വഴിയിൽ ഈ ചീസ് ഫാക്ടറി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടതായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു അത് പണ്ടൊരു പ്രിസൺ ആയിരുന്നു, 1800s എപ്പോഴാണ് അത് ഉണ്ടാക്കിയിരിക്കണേ അത്രേ.
അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലെത്തിയപ്പോൾ ഹോട്ടലിൽ ഭയങ്കരമായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഒരു കല്യാണത്തിന് ഒരുങ്ങിയ പോലെയാണ് എനിക്ക് കാണുന്നത്. ഒരുപാട് ഞങ്ങളുടെ വേൾഡ് സിമ്പോസിയത്തിൻ്റെ പോസ്റ്റേഴ്സും പിന്നെ ഒരുപാട് ഡെലിഗേറ്റ്സ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. ഞങ്ങൾ സൺഡേ എത്തി, പക്ഷേ വേറെ കുറേ ആൾക്കാർ ഇന്നാണ് വന്നിരിക്കുന്നത്. അമേരിക്കയിൽ തന്നെ പല സ്റ്റേറ്റിൽ നിന്ന് വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പോസ്റ്ററുകളും പിന്നെ ഓരോ പ്രസൻറ്റേഷൻസിൻ്റെ ഒക്കെ ഡിസ്പ്ലേകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആഫ്റ്റർനൂണിൽ പിന്നെ അന്ന് വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുള്ള ആളും കൂടിയിട്ട് അവിടെ നടക്കാൻ ഇറങ്ങിയിട്ടോ. അതിൻ്റെ കുറച്ച് ദൂരെ പോയാലാണ് ലിറ്റിൽ ഇറ്റലി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഒന്നാമത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാവിഗേഷൻ നോക്കാനായിട്ട് ഡേറ്റ ഇല്ല, അതായത് മൊബൈൽ ഡേറ്റ ഇല്ല. വൈഫൈയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, രണ്ടാൾക്കാരും അതെ. അപ്പോൾ അവിടേക്ക് വഴി അറിയില്ല. പക്ഷേ ഇത് കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എത്തും എന്നാണ് മനസ്സിലായത്. 15 മിനിറ്റ് നടക്കാനാണെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ലാസ്റ്റ് ഞങ്ങളവിടെ എത്തി. അത്യാവശ്യം നടന്നു, 15 മിനിറ്റ് ഒന്നല്ലോ, ഏകദേശം അരമണിക്കൂർ നടന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട്. ഇറ്റാലിയൻ ഷോപ്സും ഉണ്ട്, കുറേ ഇന്ത്യൻ ഷോപ്സും ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക, സ്റ്റോൺസ്, പ്രഷ്യസ് സ്റ്റോൺസ്, അല്ലെങ്കിൽ റയർ ആയിട്ടുള്ള സ്റ്റോൺസ്, അല്ലെങ്കിൽ ഭാഗ്യം തരുന്ന സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ലിറ്റിൽ ഇറ്റലി, സാന്റിയാഗോയിലത്തെ. അവിടെ ഒരുപാട് ഫുഡ് കോർട്ടുകളാണ് കേട്ടോ. ഞങ്ങളൊന്നും കഴിച്ചില്ല, എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു, അത് കഴിച്ചിരുന്നു. ഇതൊരു പോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐസ്ക്രീം ഷോപ്പാണ് കേട്ടോ. അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീംസാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളൊരു പിസ്താഷ്യോൻ്റെ ഒരു ഐസ്ക്രീം അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നമ്മളൊരു ഐസ്ക്രീം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ആവശ്യമുള്ള ടോപ്പിങ്സ് നമുക്ക് പറയാം. അതിന് ഓരോ ടോപ്പിങ്സിനും ഓരോ റേറ്റ് നമ്മൾ അഡീഷണൽ കൊടുക്കണം. ഞാൻ എൻ്റെ ഐസ്ക്രീമിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് ടോപ്പിങ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ മീൻസ് $1 അങ്ങോട്ടാണ് അഡീഷണൽ കൊടുക്കേണ്ടി വന്നേട്ടോ. പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ കണ്ടത് ഫിലിപ്സ് പിസ്സ ഗ്രോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പ്. അത് ഞങ്ങൾ അവിടെ പോണേക്കാളും മുൻപ് തന്നെ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നവർ പറഞ്ഞിരുന്നു, ഇത് അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പിസ്സ കിട്ടണ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പിസ്സ കഴിക്കാനുള്ള വയറില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോയിട്ടോ. രാത്രി ഒരു 8 മണി 9 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് ഹോട്ടലിലെത്തി. 2 ദിവസത്തെ ഉറക്കം, ടയേർഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ.